ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു കോഫിയുടെ കപ്പും അതിനടുത്ത് 1-2 സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിത് മിന്ത്രയിൽ നിന്ന് ബൈ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫിൽറ്റർ കോഫി മേക്കർ. അതിനുള്ളൊരു ചെറിയ ഡിവൈസ്. സൗത്ത് ഇന്ത്യയിൽ കോമൺ ആയിട്ട് നമുക്കെല്ലാം ഇഷ്ടമുള്ള, എസ്പെഷ്യലി തമിഴ്നാടൊക്കെ നമ്മൾ പോകുമ്പോൾ ഫിൽറ്റർ കോഫി വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഫസ്റ്റ് അപ്പിയറൻസിൽ നമ്മളുടെ ഇടിയപ്പം പിഴിയുന്ന ആ സാധനമില്ലേ, സേവനാഴി എന്ന് നമ്മൾ നാട്ടിൽ പറയും, പലയിടത്ത് പല പേരാ. അതിൻ്റെ ഒരു അപ്പിയറൻസ് തോന്നും, ബട്ട് കംപ്ലീറ്റ്ലി അതിൻ്റെ പോർഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നാല് പോർഷനായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഇതൊരു വരുന്നത്. അപ്പോൾ മിന്ത്രയിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. കാര്യം മിന്ത്രയുടെ പ്രൊഡക്ട്സ് എല്ലാം പെർഫെക്റ്റ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് കറക്റ്റ് ഡെലിവറി. അതുകൊണ്ട് അതിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 2-3 ഇയേഴ്സായിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനത് വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചു. നിങ്ങൾക്ക് കാണാം, നാല് പോർഷൻസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഫസ്റ്റ് വൺ ദാണ്ട് ഇപ്പോൾ ഞാൻ ആ വെളിയിലെടുക്കുന്നത്, അതാണ് അതിൻ്റെ ബേസ്. ദെൻ ഒരു കോഫി പൗഡർ ഇടാനുള്ള ഒരു നെക്സ്റ്റ് പോർഷൻ ഉണ്ട്. ദെൻ ഒരു പ്ലഞ്ചർ ആൻഡ് ക്ലോസിങ് ലിഡ്. ഇതാണ് ഇതിൻ്റെ 4 പോർഷൻസ്. ദിസ് ഈസ് ദ പ്ലഞ്ചർ. അതിൻ്റെ യൂസസ് എന്താണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. സോ മൊത്തത്തിൽ ഇതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ വരാം. നോക്കൂ, ഇത് ബേസാണിത്. ഇതിനകത്താണ് കോഫി ഡിക്കോഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുക. ദെൻ ഇതിനകത്താണ് നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ട് ഈ ഒരു പ്ലഞ്ചർ യൂസ് ചെയ്ത് അത് ഫോം ചെയ്ത് പ്രസ് ചെയ്തിട്ട് നമ്മളത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. ദെൻ ഇത് വെച്ച് ക്ലോസ് ചെയ്യും. ഇങ്ങനെ വെക്കുമ്പോൾ ആ കോഫിയുടെ ഡിക്കോഷൻ അതിനകത്തേക്ക് പോകും. ദെൻ ബ്രൂവിൻ്റെ ഈ ഒരു കോഫി പൗഡറാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഇൻസ്റ്റൻ്റ് ഒന്നും പ്രോപ്പർ ടേസ്റ്റ് തരില്ല. ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ, ഈ ഒരു പൊടിയുടെ കോമ്പോസിഷൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല. ഇത് 70-30 ആണ്. 70 കോഫി പൗഡറും 30 ചിക്കറിയുമാണ്. ഈ ഒരു കോമ്പോസിഷനിലാണ് ബെറ്ററായിട്ട് ഞാൻ നോക്കിയത്. ഒരുപാട് ട്രൈ ചെയ്തു, അതിൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നമ്മുടെ ഒരു കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക. ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല, ഒരിക്കൽ കൂടെ ഇത് ഡിഫറെൻ്റ് ആണ്. 70-30 കോമ്പോസിഷനിലുള്ള നോർമൽ കോഫി പൗഡറാണ്. നാട്ടിലും വേറെ കൺട്രീസിലും എല്ലാം അവൈലബിൾ ആണ്. ദെൻ ആ പൗഡർ നമ്മൾ ആ സെക്കൻഡ് പോർഷനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലഞ്ചർ വെച്ചിട്ട്, ബേസ് അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, ഈ പ്ലഞ്ചർ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കി ചൂടുവെള്ളം 100 ഡിഗ്രി ടെമ്പറേച്ചറിലല്ല, കുറച്ചൊന്ന് താഴ്ന്ന് നിൽക്കണം. എടുത്ത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, തിളച്ച വെള്ളം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഡെക്കോഷൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, പൗഡറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ആ ഫിൽറ്റർ ആവിക്കകത്ത് ഇത് പ്രസ്സായി ഒന്ന് ഫിൽറ്ററായി വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന കോഫിയുടെ ടേസ്റ്റിനെക്കാട്ടി നല്ലതാണ്. ഞാൻ കുടിച്ചു നോക്കിയതാണ്. ഇതിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഒരു 20-30 മിനിറ്റ്സാണ് നമ്മൾ വെക്കേണ്ടുന്നത്. ഓവർനൈറ്റ് വെച്ചാൽ നോ ഇഷ്യൂ. 20-30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അടിയിലേക്ക് ഇതിൻ്റെ ഡിക്കോഷൻ കിട്ടും. കണ്ടില്ലേ, അതിന് എല്ലാം വേപ്പറൈസായി, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിന് നമുക്കത് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന കപ്പിനകത്തേക്ക് യൂസ് ചെയ്യാം. നമുക്കറിയാം, വേറൊരു ഡബ്ര എന്ന് പറയുന്ന ഒരു സ്റ്റീൽ കപ്പ്, ഒരു ഗോൾഡൻ കളർ കപ്പിനകത്തേക്കാണ് നമുക്കത് ഹോട്ടൽസിൽ കിട്ടുക. എൻ്റെ അതില്ല. ഇതിനകത്തേക്ക് യൂസ് ചെയ്ത് ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റാണ്. ദെൻ ഫുൾ ഫാറ്റ് മിൽക്ക്, ഒരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ല. കാര്യം ഓൾറെഡി നമ്മൾ മറ്റേതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ദെൻ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച പാല് ഇതിനെ ഒന്ന് അടിച്ചതിന് ശേഷമാണ് ഞാൻ ഒഴിക്കുന്നത്. നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 2-3 ടൈംസ് പല പൗഡർ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷമാണ് ദിസ് വൺ ഈസ് ദ പെർഫെക്റ്റ് വൺ. വേറെയും നല്ലതുണ്ടാവും. 80-20 കോമ്പോസിഷന് കിട്ടുന്ന പൗഡേഴ്സും ഉണ്ട് കേട്ടോ. ദിസ് വൺ ഈസ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. So this is my filter coffee. Thank you for watching.